മുതലപ്പുഴയിൽ ബോട്ട് മറിഞ്ഞ് കാണാതായ ഷിജിനെ കണ്ടെത്താത്തതിൽ അഞ്ചുതെങ്ങ് കോസ്റ്റൽ സ്റ്റേഷന് മുന്നിൽ കുടുംബവും നാട്ടുകാരും നടത്തിയ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. മന്ത്രി CP ജോൺ അഞ്ചുതെങ്ങിലെത്തി പ്രതിഷേധക്കാരുമായി സംസാരിക്കുകയാണ്. ഇപ്പോൾ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അനുകൂലമായ തീരുമാനമുണ്ടായിട്ടില്ല എങ്കിൽ സമരം തുടരുമെന്നാണ് ഷിജിന്റെ ഭാര്യ പറഞ്ഞത്. RB സനൂപുണ്ട് വിവരങ്ങളുമായി. സനൂപ്, നിലവിൽ ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? കുടുംബവുമായി സംസാരിക്കുകയാണോ മന്ത്രി? മന്ത്രി അല്പസമയം മുമ്പാണ് അഞ്ചുതെങ്ങ് വലിയ പള്ളിയിൽ എത്തിയത്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുമായിട്ട് ചർച്ച നടത്തുകയാണ്. നേരത്തെ ഷിജിനെ കണ്ടെത്താത്തതിൽ വലിയ പ്രതിഷേധമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അഞ്ചുതെങ്ങ് കോസ്റ്റൽ പോലീസിന് മുന്നിൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചിരുന്നു. ഇപ്പോൾ അതിനൊരു അനുനയ നീക്കം എന്നോണമാണ് മന്ത്രി CP ജോൺ മത്സ്യത്തൊഴിലാളികളുമായിട്ട് ചർച്ച നടത്തുന്നത്. 8ാം ദിവസമായി, എന്നിട്ടും ഷിജിനെ ഇതുവരെയായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തുടക്കത്തിൽ തന്നെ കോസ്റ്റൽ പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ച വന്നു എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആരോപണം. കാരണം ഈ വള്ളം മറിഞ്ഞ് 2 പേരെ കാണാതായ സമയത്ത് തന്നെ കോസ്റ്റൽ പോലീസിന്റെ സഹായവും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ സഹായവും ഇവ മത്സ്യത്തൊഴിലാളികൾ തേടിയിരുന്നു. പക്ഷേ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇടപെടൽ കോസ്റ്റൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 8ാം ദിവസമായിട്ടും ഷിജിനെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനിയെങ്കിലും കാര്യക്ഷമമായിട്ടുള്ള ഒരു തെരച്ചിൽ ഇതിൽ വേണം എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. അപ്പോൾ ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നാണ് അഞ്ചുതെങ്ങ് സന്ദർശിച്ച ശേഷം CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ വിശദീകരിച്ചത്. നേരത്തെ ഈ മത്സ്യത്തൊഴിലാളികളടക്കം മരണപ്പെട്ടിട്ടുണ്ട്. ഓക്കി സമയത്ത് അന്നത്തെ സർക്കാർ ഒരു പ്രത്യേക പാക്കേജ് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരുന്നു. 20 ലക്ഷം രൂപയും അതുപോലെ ഈ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി. അപ്പോൾ അതേ സമാനമായിട്ടുള്ള രീതിയിൽ ഇവിടെ ഇപ്പോൾ മരണപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിനും ഇതേ പാക്കേജ് നൽകണമെന്നൊരു ആവശ്യമാണ് CPM ഉയർത്തുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഷിജിനെ കണ്ടെത്താൻ വേണ്ട നടപടികൾ ത്വരിത വേഗത്തിൽ തന്നെ വേണമെന്നുള്ള ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ അവർ തയ്യാറല്ല. കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേണമെന്നുള്ള കാര്യം അവർ ഉറച്ചു നിൽക്കുകയാണ്. ചർച്ച അലത്തി പിരിഞ്ഞു പോവുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള സമര പരിപാടികളും പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം. നിലവിൽ ഇപ്പോൾ ഷിജിന്റെ കുടുംബവുമായിട്ടും മത്സ്യത്തൊഴിലാളി നേതാക്കളുമായിട്ടും മന്ത്രി CP ജോൺ ചർച്ച നടത്തുകയാണ് അഞ്ചുതെങ്ങ് വലിയ പള്ളിയിൽ. സനൂപ്, ഈ പറഞ്ഞതുപോലെ തന്നെ ഷിജിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. തെരച്ചിലിൽ നേരത്തെ അലംഭാവം നടന്നു എന്നൊരു ആക്ഷേപം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. സ്വാഭാവികമായും എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ ഇനിയിപ്പോൾ തെരച്ചിലിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പരിശോധിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കുമോ CP ജോണിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്? ആദ്യമായിട്ടല്ല മുതലപ്പൊഴിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്. ഒരു മരണപ്പൊഴിയായി മാറിയിട്ട് വർഷം കുറയായി. പക്ഷേ ശാശ്വതമായിട്ട് ഇവിടെ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. അശാസ്ത്രീയമായിട്ടുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് മുതലപ്പൊഴിയെ മരണപ്പൊഴിയായിട്ട് മാറ്റിയെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആരോപണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നിലവിലിപ്പോൾ ഈ ജൂലൈ 31-നാണ് മുതലപ്പൊഴിയിൽ ഷിജിനും സംഘവും പോയ വള്ളം മറിയുന്നത്. അതിൽ 2 പേർ നീന്തി രക്ഷപ്പെടുകയും ഒരാളുടെ മൃതദേഹം കിട്ടുകയും ചെയ്തു. പക്ഷേ ഷിജിന്റെ കാര്യത്തിൽ ഇതുവരെയായിട്ടും ഒന്നും നടന്നിട്ടില്ല. ഈ അപകടം നടന്ന സമയത്ത് 1 മണിക്കൂറിനുള്ളിൽ വെച്ച് തന്നെ ഈ പറയുന്ന പോലെ കോസ്റ്റൽ പോലീസിന്റെ അടുത്ത് വന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യങ്ങൾ ഉന്നയിച്ചു. പക്ഷേ അവർ കാര്യക്ഷമമായിട്ട് ഇടപെട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പോലെ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ ഈ കാര്യക്ഷമമായിട്ടുള്ള ഒരു തെരച്ചിൽ വേണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം ഈ 2 കാര്യത്തിലും അവർ ഉറച്ചു നിൽക്കുകയാണ്. അതിനോടൊപ്പം തന്നെ കുടുംബത്തിന് വേണ്ട സഹായം ഉറപ്പാക്കാൻ വേണ്ട കാര്യവും കൂടി ചെയ്യേണ്ടതുണ്ട്. നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജ് അടക്കം മതിയാവില്ല. കാരണം ചെറിയ പ്രായമുള്ള കുഞ്ഞുങ്ങളൊക്കെ തന്നെയാണ് ഷിജിന് ഉള്ളത്. അപ്പം വലിയ പാക്കേജൊക്കെ തന്നെ നൽകണം എന്നുള്ള ഒരു ആവശ്യം മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്നുണ്ട്. എന്തായാലും ചർച്ച ഇപ്പോഴും നടക്കുകയാണ്. അതിൽ ഏത് രീതിയിലുള്ള ഒരു സമവാക്യത്തിലായിരിക്കും എത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് നിലവിൽ വ്യക്തമല്ല. എന്നാൽ പോലും പ്രഥമ പരിഗണന ഈ പറയുന്ന പോലെ തെരച്ചിൽ നടത്തുക എന്നുള്ള കാര്യത്തിൽ തന്നെയാണ്. സനു, ഈ പറഞ്ഞതുപോലെ തന്നെ ഷിജിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരും. അതിനൊപ്പം മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഉയർത്തുന്നു? പ്രത്യേകിച്ച് മുതലപ്പുഴയിലെ സാഹചര്യമൊക്കെ പരിഗണിച്ച് ഒരു ശാശ്വത പരിഹാരം വേണം, അല്ലെങ്കിൽ ഒരു പരിഹാരം കാണാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഈ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർത്തുന്നുണ്ടോ ഇപ്പോൾ?
നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണം തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ പ്രഥമ പരിഗണനയായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അതിലൊരു തീരുമാനം വേണം. അതിൽ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകൂ എന്നാണ് ഷിജിന്റെ കുടുംബം പറയുന്നത്. കാരണം രക്ഷാപ്രവർത്തനത്തിലുണ്ടായിട്ടുള്ള വീഴ്ച അതിൽ കൂടി ഒരു നടപടി വേണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം കോസ്റ്റൽ പോലീസോ മറൈൻ എൻഫോഴ്സ്മെന്റോ ഒന്നും തന്നെ കാര്യക്ഷമമായിട്ട് ഇടപെട്ടില്ല. ഒരുപക്ഷെ നേരത്തെ ഇടപെട്ടിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ ഇത്രയും ദിവസത്തെ ഒരു കാത്തിരിപ്പ് വേണ്ടി വരില്ല എന്നുള്ള കാര്യം തന്നെയാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈകാരികമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ മന്ത്രി പറയുന്ന വാക്കുകളിൽ അവർ എത്രത്തോളം വിശ്വസിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അടച്ച മുറിയിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. വലിയ പ്രതിഷേധമൊക്കെ തന്നെ ഉണ്ടായ സാഹചര്യത്തിൽ പോലീസിന്റെ വലിയ വിന്യാസമൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും ഈ പറയുന്ന പോലെ ഒരു സമവായത്തിൽ എത്താതെ എന്തായാലും മന്ത്രിക്ക് ഇവിടെ നിന്ന് മടങ്ങാൻ കഴിയില്ല. മത്സ്യത്തൊഴിലാളികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ സംഘടിപ്പിക്കും. സനുപ്, ഇനിയിപ്പോൾ ഒരു സമവായത്തിൽ എത്തിയില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് നേരത്തെ ഷിജിന്റെ ഭാര്യയൊക്കെ പ്രതികരിച്ചത്. തീർച്ചയായിട്ടും. കാരണം അങ്ങനെ പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം തന്നെയാണ് സ്റ്റെഫി നേരത്തെ മീഡിയ വണ്ണോട് സംസാരിക്കുമ്പോൾ തന്നെ ഷിജിന്റെ ഭാര്യയൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഷിജിന്റെ കൂടെ അന്ന് അപകടത്തിൽപ്പെട്ട് രക്ഷപ്പെട്ട ഇവർ തന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കാരണം രക്ഷപ്പെട്ട ഉടനെ തന്നെ അവർ ഈ കോസ്റ്റൽ പോലീസിനെയൊക്കെ തന്നെ വിവരം അറിയിച്ചിരുന്നു. പക്ഷേ ഭക്ഷണം കഴിക്കാൻ പോകാൻ വേണ്ടി സമയം വേണം എന്ന് പറഞ്ഞുകൊണ്ട് മത്സ്യത്തൊഴിലാളികളോട് പോയി തന്നെ രക്ഷപ്പെടുത്താനാണ് കോസ്റ്റൽ പോലീസിന്റെ ഭാഗത്തുണ്ടായെന്നാണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പൊ അതിലടക്കം അന്വേഷണം വേണം, നടപടി വേണം, അതേപോലെ കുടുംബത്തിന് വേണ്ട സഹായം ഉറപ്പാക്കണം. ഇതിനെല്ലാം ഉപരിയായിട്ട് ആദ്യം ഷിജിനെ കണ്ടെത്തുക എന്നുള്ള ആവശ്യം തന്നെയാണ് നിലവിൽ മുന്നോട്ട് വെക്കുന്നത്. അഞ്ചുതെങ്ങ് കോസ്റ്റൽ പോലീസിന് മുമ്പിൽ നടന്ന പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. റോഡ് ഉപരോധിച്ചുകൊണ്ടായിരുന്നു മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചത്. ഒരു വാഹനം പോലും കടത്തിവിടാതെ വലിയ പ്രതിഷേധം അവർ നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഇത് മന്ത്രി വന്ന് നേരിട്ട് ചർച്ച നടത്താമെന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായിട്ട് അവർ ഈ സമര പരിപാടികൾ നിർത്തിവെച്ചത്. ഇപ്പോൾ എന്തായാലും അഞ്ചുതെങ്ങ് വലിയ പള്ളിയിൽ അടച്ചിട്ട മുറിയിൽ ഈ മത്സ്യത്തൊഴിലാളി നേതാക്കളുമായിട്ടും ഷിജിന്റെ കുടുംബവുമായിട്ടും മന്ത്രി CP ജോൺ ചർച്ച നടത്തുകയാണ്. സമവായത്തിലെത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയ സമര പരിപാടികളിലേക്ക് മത്സ്യത്തൊഴിലാളികൾ പോകും. അത് എത്രത്തോളം വൈകാരികമാകുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനും കഴിയില്ല. മുതലപ്പുഴയിൽ ബോട്ട് മറിഞ്ഞ് കാണാതായ ഷിജിന് വേണ്ടി തെരച്ചിൽ അത് ഊർജിതമാക്കണമെന്ന പ്രധാനപ്പെട്ട ആവശ്യമാണ് ഈ പ്രദേശവാസികളുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഉയർന്നപ്പോൾ തന്നെ ഒരു വ്യക്തമായൊരു പാക്കേജ് പ്രഖ്യാപിക്കണം. ഒപ്പം ആദ്യഘട്ടത്തിൽ ഈ തെരച്ചിലിൽ ഒരു അലംഭാവം സംഭവിച്ചിരുന്നു, അതിൽ നടപടി വേണം. ഇപ്പോൾ ഏതായാലും മന്ത്രി CP ജോണിന്റെ നേതൃത്വത്തിൽ അഞ്ചുതെങ്ങ് നിവാസികളുമായും ഒപ്പം തന്നെ ഷിജിന്റെ കുടുംബവുമായിട്ടൊക്കെ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഇനിയൊരു പക്ഷേ ഈ ചർച്ച സമവായത്തിൽ എത്തിയിട്ടില്ല എങ്കിൽ അത് ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകും എന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സുരക്ഷയൊക്കെ ഈ പ്രദേശത്ത് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. RB സനൂപാണ് വിവരങ്ങൾ നൽകിയത്.